സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു മേടപ്പുലരി കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ഇന്നീ ദിവസം നമ്മളോടൊപ്പം മാതൃഭൂമിയോട് വിശേഷം പങ്കുവയ്ക്കാൻ ഒരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സർ. നമസ്കാരം. നമസ്കാരം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വിഷു ആയിട്ട് എങ്ങനെ പോകുന്നു ഇന്നത്തെ ദിവസം? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്കായിരുന്നല്ലോ, എല്ലാവരും ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണ്. പക്ഷെ എന്നാലും വിഷു ആഘോഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലബാറിലാണ് ഏറ്റവും നല്ല വിഷു ആഘോഷമുള്ളത്. നമ്മളെ ഇവിടുത്തെ ഓണത്തെക്കാൾ വലിയതാണ് അവരുടെ വിഷു. നമ്മൾ മലയാളികൾ മാത്രമല്ല, ഇവിടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, ആസാമിൽ ബിഖുവാണ് എൻ്റെ പേര്, പഞ്ചാബിൽ ബൈശാഖി എന്നാണ്, ആന്ധ്രയിൽ ഉഗാദി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എല്ലാ കർഷകരും അവരുടെ വിളവെടുപ്പിന് ശേഷം വളരെ സന്തോഷത്തോടെ ആരംഭിക്കുന്ന ഒരു പുതുവത്സരമാണ്. അതൊരു ഉത്സവമായിട്ട് ഉത്സവമാണ്, അതൊരു ഉത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. അങ്ങേപ്പോലൊരു തിരക്കുള്ള പൊതുപ്രവർത്തകനോട് ചോദിക്കാൻ പാടുള്ള ചോദ്യമാണോ ഇതെന്ന് അറിയില്ല. എങ്ങനെയാണ് വീട്ടിലേക്ക് വിഷു ദിവസം ഒരു കുറച്ച് സമയം കണ്ടെത്താറുണ്ടോ ഈ കഴിഞ്ഞ കൊല്ലം? അല്ല, അങ്ങനെയൊന്നുമില്ല, പലപ്പോഴും ഉണ്ടാകാറില്ല. ഇത്തവണ ഏതായാലും ഉണ്ട്. കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഇന്നലെ 1-ാം തീയതി ഞാൻ ഗുരുവായൂർ പോയി തിരിച്ചിവിടെ വന്ന് ഇന്നിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരി സമയം കിട്ടി. ഇന്ന് കുറച്ചൊരു കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് സമയമുള്ള ദിവസമേ. എല്ലാ വിഷുവും എങ്ങനെ ഇതുപോലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയോടൊക്കെ കൂടിയാണ് തുടങ്ങുന്നത്? അതൊന്നും പലപ്പോഴും നടക്കാറില്ല. ഇത്തവണ ഏതായാലും അങ്ങനെ സംഭവിച്ചു. നമ്മളൊക്കെ പെട്ടെന്ന് ഈ വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ വിഷു അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ കുടുംബത്തോടൊപ്പം ആഘോഷിച്ച ആ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഹരിപ്പാടെ വീട്ടിലെ ചെന്നിത്തല വീട്ടിലെ അത് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ രാവിലെ വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് കണി കാണിച്ചു തരുന്നൊരു രംഗമുണ്ട്. വാൽക്കണ്ണാടിയും അത് പൂക്കളും പഴങ്ങളും ഒക്കെ വെച്ച് വെളുപ്പിന് നമ്മളെല്ലാം തട്ടി ഉണർത്തി വിഷുക്കണി കാണിക്കുക, കണ്ണ് പൊത്തിക്കൊണ്ടാണ്. ഇപ്പം ആ ഒരു കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങ് മിസ് ചെയ്യുന്നത് എന്താവും? അമ്മയുടെ മിസ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഭക്ഷണപ്രിയനാണോ? ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് നമുക്കറിയാം, അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വിഷു എന്ന് പറയുമ്പോഴത്തേക്കും വിഷു സദ്യ, പായസം, ഇതൊക്കെ പ്രധാനമാണല്ലോ. അപ്പൊ അങ്ങ് എങ്ങനെയാ ഭക്ഷണപ്രിയനാണ്? ഞാൻ ഭക്ഷണപ്രിയനൊന്നുമല്ല, വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പക്ഷേ വിഷുവിന് നമ്മളെ വീട്ടിൽ സദ്യ ഉണ്ടാക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാവും? പരിപ്പ്, പപ്പടം, ഇതൊക്കെ ഇഷ്ടമാണ്. മധുരപ്രിയനാണോ? അങ്ങനെയില്ല, പായസം ഇഷ്ടമാണല്ലേ? പായസം ഇഷ്ടമല്ലാത്ത ഏത് മലയാളിയാവുള്ള? ഏറ്റവും പ്രിയം ഏതിനോടായിരിക്കും? അടപ്രഥമനാണോ? അടപ്രഥമൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? തോന്നി ആ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ പായസത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഇൻസ്റ്റന്റ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. പഴയ കാലത്തെ പായസം പോലെ അല്ലല്ലോ ഇപ്പം. കൈനീട്ടം ഈ പറയുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക ഓർമ്മയാണല്ലേ വിഷുവിന്റെ. അപ്പം ഏറ്റവും കൂടുതൽ പണ്ട് കുട്ടിക്കാലത്ത് ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ സിനിമയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് പോയ എന്തെങ്കിലും രസകരമായ അനുഭവം ഓർമ്മയുണ്ടോ? നമ്മുടെ വീടിനടുത്തുള്ള മാവേലിക്കരയിലും മാന്നാറിലൊക്കെ ഉള്ള തിയേറ്ററുകളുണ്ട്. ലക്ഷ്മി ടാക്കീസ്, ജോയ് ടാക്കീസ് ഒക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, പണ്ട് ലീഡറുള്ള കാലത്ത് ലീഡർ ഞങ്ങൾക്കൊക്കെ 100 രൂപ വീതം തരും. പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും. ഓണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗുരുവായൂരോ തൃശ്ശൂരോ കണ്ടാൽ, രാമകലത്തിൽ കണ്ടാൽ 100 രൂപ ഞങ്ങൾക്ക് തരും. കൂടെ ഉള്ളവർക്കെല്ലാം 100 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. അതൊരു വലിയൊരു അനുഭവമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൊരു കാര്യമാണ്. രസകരമായ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ടല്ലേ? അതെ. പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ വിഷുവിന് നാടൻ പന്തുകളിയുണ്ട്, വിഷു ഉത്സവങ്ങളുണ്ട്, അതായത് നാടകങ്ങൾ നമ്മളൊക്കെ അഭിനയിക്കാറുണ്ട്. അവിടെ നാട്ടിൻപുറത്തല്ലേ, നാട്ടിൻപുറത്ത് വിഷുവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ. അങ്ങ് അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ നാടകമൊക്കെ അഭിനയിക്കുന്നത്. അങ്ങ് പാട്ട് പാടാൻ താല്പര്യപ്പെടുന്ന അല്ല, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. രണ്ടുപേരും ഒരു പാട്ട് പാടാൻ ഞാനില്ല. അത് വലിയൊരു റിസ്ക് ആയിപ്പോ. അങ്ങ് ഒരു രണ്ടുപേരും എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഞാനന്ന് വിചാരിച്ചു ഞാൻ പാട്ട് പാടിയാൽ മാതൃഭൂമി പ്രേക്ഷകർ ഇവിടുന്ന് ഓടിക്കളെ. ഒരിക്കലും ഇല്ല. അങ്ങേ സ്നേഹിക്കുന്ന, അങ്ങേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. വേണമെങ്കിൽ രണ്ടുപേരും പാട്ട് വേണമല്ല. ഇനിയിപ്പം വരുന്ന ദിവസങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ റിസൾട്ടൊക്കെ വരാൻ പോവാണ്. അപ്പം ഏറ്റവും നല്ല പ്രതീക്ഷയുള്ള ഒരു സമയത്തിലൂടെ ആവുമല്ലോ കടന്നു പോവുക. തീർച്ചയായിട്ടും UDF നല്ല പ്രതീക്ഷയാണ്. 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു. ഇനിയിപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷ നന്നായി തന്നെ മുന്നോട്ട് പോകട്ടെ, ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് അടുത്ത വിഷുവിനും അങ്ങേ കാണാൻ വരുമ്പോൾ ഇവിടേക്ക് തന്നെ വരണോ അതോ ക്ലിഫ് ഹൗസിൽ വന്ന് കാണേണ്ട അവസ്ഥ? അതെല്ലാം നമ്മുടെ പാർട്ടിയല്ലേ തീരുമാനിക്കും. ഈ വിഷു ഒരു പുതിയ പ്രത്യാശ നൽകുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും അതോടൊപ്പം തന്നെ സംതൃപ്തിയും വിളയാടട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. മാതൃഭൂമിയുടെ പ്രേക്ഷകർ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആഘോഷം ആശംസകൾ നേരുന്നു. ആഘോഷങ്ങൾ ഞാനും നിങ്ങളോടൊപ്പം പങ്കാളികളാവുകയാണ്.
ഇത്രയും പ്രിയപ്പെട്ട രമേശ് സാർ പറഞ്ഞതുപോലെ തന്നെ മാതൃഭൂമിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷുദിനത്തിന്റെ ആശംസകൾ നേരുന്നു.